അപ്പോൾ ഇത് 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി. എല്ലാവർക്കും പഴയ പോലെയുള്ള ഡ്യൂട്ടിയൊക്കെ തുടങ്ങണം. അമ്മമാർക്ക് നേരത്തെ എണീക്കണം, പിള്ളേരെ വിടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. ഇനിയിപ്പോൾ വേഗം തന്നെ രാവിലത്തെ പരിപാടിയിലോട്ട് കടക്കുകയാണ്. ഇന്നിപ്പോൾ ഇടിയപ്പമാണ്, ഇടിയപ്പവും കടലക്കറി. അപ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകാനായിട്ട് അതാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ ദിവസം ആയത് കാരണം ഇന്ന് 12:30 കഴിയും. അപ്പോൾ ഞാനോർത്ത് ചെറുതായിട്ട് ഒരു സ്നാക്സ് പോലെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ, ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഒരു സ്ലൈസ് ചീസ് കൂടി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 വശവും ബ്രെഡ് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒരു സ്ലൈസ് ചീസ് വെച്ചിട്ട് പിന്നെ ആ മുട്ട ചിക്കി വറുത്ത അതുണ്ടല്ലോ, അതും കൂടി വെച്ചിട്ട് ബ്രെഡ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഞാൻ ടിഫിൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോള് രാവിലെ എണീറ്റിട്ടുണ്ട്. ഒരു 6:15 ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ട് ആള്. ക്യാരി ബാഗിൻ്റെ ടാഗൊക്കെ ഞാൻ ഇപ്പോഴാണ് എടുത്ത് കളയണത്. അപ്പോഴാണ് എൻ്റെ ക്യാമറ ഒന്ന് ചെറുതായിട്ടൊന്ന് തലതിരിഞ്ഞ പോലെ ഇരിക്കണത്. അങ്ങനെ അതൊക്കെ നേരെ ആക്കിയിട്ട് വീണ്ടും ബാഗിൻ്റെ ഉള്ളിലോട്ട് ടിഫിനും ടവലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തവണ മോൾക്ക് യൂണിഫോം ഒന്നും മാറിയിട്ടുണ്ട്, കളറൊന്നും മാറിയിട്ടില്ല, മോഡൽ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വരെ സ്കേർട്ടും ഷർട്ടും കോട്ടും ആയിരുന്നു, ഇത്തവണ പാൻറ്റും ഷർട്ടും കോട്ടും ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. ഈശോനോട് പ്രാർത്ഥിക്കണേണ് നന്നായിട്ട് പഠിച്ച് വളരാനൊക്കെ. ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴേ എനിക്ക് പണ്ടത്തെ കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വന്നത്. ഞാനും എൻ്റെ ചേച്ചി അനിയത്തെയൊക്കെ പ്രാർത്ഥിച്ച് അപ്പച്ചനും അമ്മച്ചിക്കും ഈശോയൊക്കെ കൊടുത്ത് സ്കൂളിൽ പോണ കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിയിൽ മാതാവിൻ്റെ ഒരു ചെറിയ കുരിശുവര ഉണ്ട്, അവിടെയും കയറി പ്രാർത്ഥിച്ചിട്ട് മോളെ ഞാൻ സ്കൂളിലാക്കുകയാണ്.